സംഘികളെല്ലാം കൂടി തെറിവിളിച്ചും ഭീഷണിപ്പെടുത്തിയും പേടിപ്പിച്ചതുകൊണ്ട് പനി പിടിച്ചുപോയി. അതുകൊണ്ടാണ് ജന്തർ മന്ദറിലെ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ കഴിയാതെ പോയത്. എന്തു പറഞ്ഞാലും അസഭ്യം മാത്രം പറയാൻ കഴിയുന്ന, അതിനപ്പുറം കാര്യങ്ങളെക്കുറിച്ച് ബോധമൊന്നുമില്ലാത്ത ആളുകൾ നമ്മുടെ നാടിൻ്റെ ശാപമാണ്. ഏതൊരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോഴും എടുത്ത അടി അസഭ്യമാണ്. ഓരോരുത്തരുടെ സംസ്കാരം അനുസരിച്ച് അവർ സംസാരിക്കുന്നു. ആർഷഭാരത സംസ്കാരം അത് ഇത്രത്തോളം അഴുക്ക് പുരണ്ടെന്നാണെന്ന് മനസ്സിലാകുന്നത് ഈ വായിന്ന് വരുന്നത് കേൾക്കുമ്പോഴാണ്. പിന്നെ വിദേശത്ത് നിന്ന് കിട്ടുന്ന പണത്തെ സംബന്ധിച്ചാണെങ്കിൽ ഭീരു സവർക്കർ എന്ന പുസ്തകം എഴുതിയപ്പോൾ, ആ പുസ്തകം വിൽക്കാൻ ചെന്നപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരാൾ സർക്കാർ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം പറഞ്ഞു ഇറ്റലിയിൽ നിന്ന് പൈസ വരുന്നുണ്ടെന്നാണ്. ഇറ്റലിയിൽ നിന്ന് പൈസ വരുന്നുണ്ടെങ്കിൽ പിന്നെ ഈ പുസ്തകം വിൽക്കാൻ വഴിയിറങ്ങി നടക്കേണ്ട കാര്യമുണ്ട്. അച്ചടിച്ച പുസ്തകം വിൽക്കാനായിട്ട് വഴിയിറങ്ങേണ്ടി വരുന്ന ഗതികേടുണ്ടാകുന്നത് കഷ്ടപ്പാടുകൊണ്ടാണ്. അപ്പോൾ പറയണം ഇറ്റലിയിൽ നിന്ന് പൈസ വരുന്നുണ്ട്. ഇവർക്ക് പുറത്തുനിന്ന് പൈസ വരുന്ന കാര്യത്തെക്കുറിച്ചേ ചിന്തയുള്ളൂ. കാരണം ഇവരുടെ കളി മുഴുവൻ പൈസ മേല. കൊടകര കേസ് നമുക്കറിയാമല്ലോ, എന്തോരോ കേസുകൾ അങ്ങനെയുള്ളത്. അങ്ങനെ ഒരു ശീലമുള്ളവർക്ക്, ഇലക്ട്രൽ ബോണ്ട് അടക്കമുള്ള ശീലമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുന്നതും കാശ് കിട്ടിയിട്ടാണെന്ന് വിചാരം ഉണ്ടാവുള്ളൂ. അങ്ങനെ വിലയ്ക്ക് വാങ്ങാൻ കിട്ടുന്ന കുറേ ആളുകൾ ഇപ്പോൾ ഭരണത്തിൽ ഇരിക്കുന്നുണ്ടല്ലോ, കൂടെ കോൺഗ്രസിൽ നിന്നൊക്കെ കാശ് കൊടുത്ത് മേടിച്ച ആളുകൾ. അങ്ങനെയുള്ള കുറേ മരപ്പാവുകളെ കൊണ്ടും ഇതൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കുന്ന വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ അഭ്യാസം നടത്തുന്ന കുറേ തരംതാണ രീതിയിൽ സംസാരിക്കുന്ന ആളുകളാണ്. അപ്പോൾ അതിൽ കുറ്റമൊന്നും പറയുന്നില്ല, വിഷമമൊന്നുമില്ല. പിന്നെ ഒരാശ്വാസമുള്ളത് ഈ അസഭ്യവും ഭീഷണിയൊക്കെ കേട്ടപ്പോൾ വലിയ സമാധാനമായി. ഈ ജന്തർ മന്ദിറിൽ പോകാൻ പറ്റാത്തതിനെ, സമരം ചെയ്യാൻ പറ്റാത്തതിൻ്റെ വലിയ വിഷമത്തിലായിരുന്നു. ആ വിഷമം അങ്ങ് മാറി കിട്ടി. അവിടെ ആണിവെച്ച ലാത്തി കൊണ്ട് പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ ശരീരം തുളച്ച, പെൺകുട്ടികളെയൊക്കെ ലൈംഗികമായി പോലും ഉപദ്രവിക്കുന്ന പ്രൈവറ്റ് ഫോഴ്സ് ഉണ്ട്. അതായത് RSSകാരും ബജരംഗ് ദളുകാരും ഒക്കെ അടക്കമുള്ള ആളുകളെ കൊണ്ടുണ്ടാക്കുന്ന സേനകൾ. അത്തരത്തിൽ ഭീകരതാണ്ഡവം നടത്തി ഒരു സ്ഥലത്ത് പോയി ഒരടിയെങ്കിലും കൊള്ളാൻ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞില്ലല്ലോ എന്ന വിഷമം ഉണ്ടായിരുന്നു. ആ ഒരു വിഷമം ഇവന്മാർ അസഭ്യം പറഞ്ഞു തീർക്കും. നമുക്ക് അമ്മയും അച്ഛനൊക്കെ ഉള്ളതുകൊണ്ട് അമ്മയ്ക്ക് വിളിക്കുമ്പോഴും വിഷമം തോന്നില്ല. കാരണം ഉള്ള ആളുകളെയാണല്ലോ. അവരാരാണെന്ന് അറിയാത്ത മനുഷ്യരുണ്ട്, അവരുടെ വില അറിയാത്തവരും സ്വന്തം അമ്മ ആരാണെന്നും അമ്മ എന്താണെന്നും അച്ഛൻ എന്താണെന്നും മനസ്സിലാകാത്ത ആളുകൾ, പശു അമ്മയും കാള അപ്പനുമാണെന്ന് വിചാരിക്കുന്ന ആളുകൾ. അങ്ങനെയുള്ള ആളുകൾക്ക് വായി തോന്നിയതൊക്കെ പറയട്ടെ. അങ്ങനെ നിങ്ങളെന്ത് പറഞ്ഞാലും ഭീഷണിപ്പെടുത്തിയാലും അത് കേട്ടൊന്നും ഇത് നിർത്തിപ്പോകാനുള്ള പരിപാടിയില്ല. ഇപ്പോൾ ഉദയം ചെയ്തതൊന്നുമല്ല, കാലങ്ങളായി ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോഴാണ് കണ്ണിപ്പെട്ടത്. നടക്കട്ടെ.